കോഴിക്കോട് നഗരത്തിലെ തീരദേശ മേഖലയിലെ ഒരു കൊച്ചു പ്രദേശമാണ് നൈനാംവളപ്പ്. എന്നാൽ ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന ഒരു കൂട്ടം ആരാധകർ ഈ നാടിന്റെ പെരുമ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഫുട്ബോൾ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ് നൈനാംവളപ്പ്. ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളുടെ കൊടികളും താരങ്ങളുടെ ഫ്ലക്സ് ബോർഡുകളുമെല്ലാം നൈനാംവളപ്പിൽ നിറഞ്ഞു തുടങ്ങി. തങ്ങളുടെ ഇഷ്ട ടീമുകൾക്കായി ആരാധകർ ആവേശത്തോടെ രംഗത്തുണ്ട്. ഫിഫ വേൾഡ് കപ്പ് ആവേശപൂർവ്വം വരവേൽക്കാനാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ടീമുകളുടെ ഫ്ലക്സെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇതിഹാസ താരങ്ങളായ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂക്ക മോഡ്രിച്ച് പോലുള്ള താരങ്ങളുടെ അവസാന വേൾഡ് കപ്പാണിത്. ഒരു പക്ഷേ നെയ്മർ മാത്രമേ അതിൽ സാധ്യതയുള്ളൂ അടുത്ത വേൾഡ് കപ്പൊക്കെ കളിക്കാൻ. ബാക്കിയുള്ളവരുടെ അവസാന വേൾഡ് കപ്പാണ്. അപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഫുട്ബോൾ പ്രേമികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആ ഇതിഹാസ താരങ്ങളുടെ ഒരു വിടവാങ്ങൽ വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ മുമ്പത്തെ വേൾഡ് കപ്പ് കണ്ടതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി ഈ വേൾഡ് കപ്പിലെ ഓരോ മത്സരങ്ങളും കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ വേൾഡ് കപ്പിൻ്റെ മത്സരങ്ങൾ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതിനായിട്ട് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിവിധ സ്പോൺസേഴ്സിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേൾഡ് കപ്പിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ നടത്താറുള്ള മിനി വേൾഡ് കപ്പ് അത് നമ്മൾ സംഘടിപ്പിക്കും. അതുപോലെ മറ്റു ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളെല്ലാം തന്നെ ഈ വേൾഡ് കപ്പിൻ്റെ ഒരു 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ വേൾഡ് കപ്പിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പ് മുമ്പ് 32 ടീമാണെങ്കിൽ ഈ പ്രാവശ്യം 48 ടീമുകളാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ്. മാത്രമല്ല വളരെ ദൂരത്ത്, കണ്ണെത്താ ദൂരത്ത് നടക്കുന്ന ഒരു വേൾഡ് കപ്പാണ്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്ത് നടന്നൊരു വേൾഡ് കപ്പ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഇത് വളരെ വിദൂരതയിലാണെങ്കിലും ഫുട്ബോളാണ് അത് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കണക്ട് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. നൈനാംവളപ്പിലെ ഫുട്ബോൾ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് നൈനാംവളപ്പ് ഫുട്ബോൾ അസോസിയേഷനാണ്. ഇത്തവണയും ബിഗ് സ്ക്രീനിൽ ലോകകപ്പ് മത്സരങ്ങൾ കാണിക്കാനുള്ള അവസരം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് എൻഫ. നമ്മളെ ടീം പോർച്ചുഗലാണ്. ഇത് നമ്മളെ ഫ്ലക്സ് കണ്ടില്ല നിങ്ങൾ? ഇതാണ് നമ്മളെ ടീം. നമ്മളെ പ്രതീക്ഷ ഈ പ്രാവശ്യം ഇതാ. നിങ്ങൾ ഫ്ലക്സ് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ചാമ്പ്യൻസ് എന്നാണ് നമ്മൾ അടിച്ചിരുന്നത്. നമുക്ക് മറ്റേ വി ഡി സതീശൻ പറഞ്ഞ മാതിരി എലക്ഷൻ ഇത്ര റിസൾട്ട് ഉണ്ടാവുന്ന വി ഡി സതീശൻ മുൻകൂട്ടി പറഞ്ഞില്ല. അതുമാതിരി നമ്മൾ പറയാണ് പോർച്ചുഗൽ ഇവിടെ അടിക്കൂ. പോർച്ചുഗൽ അല്ലാണ്ട് വേറെ ആർക്കും ചാൻസ് ഇല്ല. കാരണം പഠിച്ചോൻ എന്താക്കിക്കണ്, റൊണാൾഡോക്ക് ഇത് എഴുതി കൊടുത്തിക്കണ് കപ്പ്. ഈ കപ്പ് കിട്ടണോട് മറ്റേ മെസ്സി അങ്ങനത്തെ കുറച്ച് ആരാധകരുണ്ടല്ലോ, ഓരെല്ലാരും വായ അടിപ്പിക്കാൻ നമുക്ക് ഈ കപ്പിനെ കൊണ്ട് സാധിക്കും. കഴിഞ്ഞ തവണ അടിച്ച് ഇക്കൊല്ലം അടിക്കും, മനസ്സിലായില്ലേ? അതിലൊരു എതിരില്ല. ഏത് പോർച്ചുഗൽ ഫാൻസ് ബ്രസീൽ ഒന്നും കാര്യമില്ല, മനസ്സിലായില്ല? അർജന്റീന ഇപ്രാവശ്യം പൊന്തിക്കും. എന്റെ ടീം ബ്രസീലാണ്. ഇപ്രാവശ്യം ബ്രസീൽ കപ്പ് അടിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 2002 ഒരു കപ്പ് കിട്ടിയിട്ടില്ല, ലോകകപ്പ് കിട്ടിയിട്ടില്ല. പക്ഷെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അർജന്റീന ആയാലും പോർച്ചുഗൽ ആയാലും അവർക്കെതിരെ ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചു വരും. അതെ. ഫിഫയും യുവേഫയും എല്ലാം സൊവനീറുകളും തങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുമെല്ലാം എൻഫയ്ക്ക് അയച്ചു നൽകാറുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലോകകപ്പിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. വരുന്ന 2 മാസക്കാലത്തോളം നൈനാംവളപ്പിൽ ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പാണ്. ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും നൈനാംവളപ്പിന്റെ ഈദ് മുബാറക്.